കൂട്ടിക്കൽ ജയചന്ദ്രൻ ഈ ഒരു ആക്ടറിനെ മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ അറിയുന്നത് കോമഡി ടൈം എന്ന് പറഞ്ഞ സൂര്യ ടി വിയിലെ പ്രോഗ്രാമിൻ്റെ ആങ്കറായിട്ടായിരിക്കും. ജഗതി വേഴ്സസ് ജഗതി അങ്ങനെ കുറച്ചധികം പ്രോഗ്രാമുകൾ ടി വിയിൽ ഇദ്ദേഹം ചെയ്തിട്ടുണ്ട്. കുറച്ച് സീരിയലിൻ്റെ ഭാഗമായിട്ടും കണ്ടതായിട്ട് എനിക്ക് ഒരു ഓർമ്മ മനസ്സിലുണ്ട്. ഇഫ് ഐ എം നോട്ട് റോങ്, ഏതൊക്കെയോ സീരിയലിലുണ്ട് ഇങ്ങേര്. ദൃശ്യം മൂവിയിലൊക്കെ ഇങ്ങേര് അഭിനയിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ചധികം സിനിമകളും ഇങ്ങേര് അഭിനയിച്ചിട്ടുണ്ട്. ഒരു ടൈമിൽ ഇങ്ങനെ ഭയങ്കര വൈറലായിരുന്നു. ഇങ്ങനൊരു ലീഡ് റോളിലുള്ള ഒരു സിനിമയൊക്കെ ഇറങ്ങിയതായിട്ട് എൻ്റെ ഓർമ്മയിലുണ്ട്. അപ്പോൾ എന്താണെങ്കിലും കൂട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ ഈ നടനെതിരെ ഈ അടുത്ത് ഒരു കേസ്, പോക്സോ കേസ് വന്നതായിട്ടുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ നോക്കുമ്പോൾ അത്യാവശ്യം ഫെയിമിലുള്ള ഒരാൾക്കെതിരെ ഒരു പോക്സോ കേസ് വരുമ്പോൾ അത് കൃത്യമായിട്ട് അതിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ന്യൂസ് റിപ്പോർട്ട് എല്ലാ ചാനലുകളും കൊടുക്കേണ്ടതാണ്. പക്ഷെ ഇവിടെ ഒരു ക്ലാരിറ്റി ഇല്ലാതെ ചുമ്മാ ഇട്ടിട്ട് പോകും. ഒരു 20 സെക്കൻഡിന് താഴെ, അതായത് ഈ ന്യൂസ് ഒന്ന് എല്ലാവരിലേക്കും എത്തണം എന്നുള്ള രീതിയിലാണ് ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും ഇത് ടേക്കപ്പ് ചെയ്തത്. അത് ലൈക്ക് വൈ എന്നുള്ളൊരു ചോദ്യം അപ്പോഴേ എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം അങ്ങനെ അതിനൊരു എസ്കലേഷൻ കണ്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ വാട്ട്സ് നെക്സ്റ്റ്, ഇയാളെ അറസ്റ്റ് ചെയ്തോ, എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു, എന്താണ് യാഥാർത്ഥ്യം എന്നുള്ള ഒന്നുമില്ല. മീഡിയ പിന്നാലെയേ പോയില്ല. ഇപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ടി വിയിൽ ഇതിനെക്കുറിച്ചുള്ളൊരു ന്യൂസ് കണ്ടു. അതായത് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ വാട്ട്സ് ഹാപ്പനിങ്, അതിൻ്റെ ഒരു ക്ലാരിഫൈഡ് വേർഷനാണ് റിപ്പോർട്ടർ ടി വിയിൽ ഇന്ന് കാണാനിടയായത്. ഇത് കണ്ടപ്പോഴാണ് നമ്മളെ ഇവിടുത്തെ ഒരു സിസ്റ്റം, നിയമം, പോലീസുകാരുടെയൊക്കെ ഒരു ഡബിൾ സ്റ്റാൻഡ് സത്യത്തിൽ എക്സ്പോസ് ആവുന്നത്. അപ്പോൾ എന്താണെങ്കിലും ആ ന്യൂസ് കണ്ടിട്ടില്ലാത്തവർക്ക് അന്ന് ഞാൻ പറഞ്ഞില്ല, ഒരു 20 സെക്കൻഡിന് താഴേക്ക് ഈ ന്യൂസ് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ വന്ന ന്യൂസ് ഞാൻ ഇവിടെ എന്തായാലും പ്ലേ ചെയ്യാം. 4 വയസ്സുകാരിയെ പീഡിപ്പിച്ചെന്ന പരാതിയിൽ സിനിമാ സീരിയൽ നടൻ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ പോക്സോ കേസ്. കുട്ടിയുടെ അമ്മയുടെ പരാതിയിൽ കോഴിക്കോട് കസബ പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തത്. അതിജീവിതയുടെ വീട്ടിലെത്തി പോലീസ് മൊഴി രേഖപ്പെടുത്തി. കുടുംബ തർക്കങ്ങൾ മുതലെടുത്ത് ജയചന്ദ്രൻ മകളെ പീഡിപ്പിച്ചുവെന്നാണ് പരാതി. ഓക്കെ, അപ്പോൾ ഇതാണ് ആകെ ഇവർ കൊടുത്തിട്ടുണ്ടായിരുന്ന ന്യൂസ്. ഓൾമോസ്റ്റ് എല്ലാ ചാനലുകളും ഇത്ര ഷോർട്ടായിട്ട് തന്നെയാണ് ഈ ന്യൂസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇപ്പോൾ ഇന്ന് രാവിലെ റിപ്പോർട്ടർ ചാനലിൽ ഞാൻ ഈ ന്യൂസ് റിലേറ്റഡ് ആയിട്ട് കുറച്ച് അപ്ഡേറ്റ്സ് വന്നതായിട്ട് കണ്ടു. അപ്പോൾ അതിൽ കുറച്ച് കാര്യങ്ങൾ വ്യക്തമായിട്ട് അവർ പറയുന്നത്, കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാഗത്തുനിന്ന് ഇതൊരു കുടുംബ പ്രശ്നമാണ്. ഇപ്പം നിങ്ങൾ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ, ഈ സംഭവം ന്യൂസായിട്ട് വരുന്നത് ഒരു ജൂൺ, ഈ മാസം 10-ാം തീയതിയോ 11-ാം തീയതിയോ ആണ് ഇതൊരു ന്യൂസായിട്ട് വരുന്നത്. 9, 10, 11 ഈ 3 ദിവസത്തിലാണ് ഇതൊരു ന്യൂസായിട്ട് പുറത്ത് വരുന്നതും. പിന്നെ അവിടുന്ന് അങ്ങോട്ട് ഇത് ഡ്രോപ്പായി, കട്ടായി. ഓക്കെ, ഇപ്പോൾ റിപ്പോർട്ടർ ചാനലിൽ ഇന്ന് ഇതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്ന സമയത്ത് എനിക്ക് അറിയാൻ കഴിഞ്ഞത്, ഈ കുടുംബ പ്രശ്നം ഉള്ളത് കൊണ്ട് ഈ കുട്ടിക്കൽ ജയചന്ദ്രനെതിരെ ഈ കുട്ടിയുടെ അമ്മ മനഃപൂർവ്വം ഈ 4 വയസ്സുകാരിയെ കൊണ്ട് പറയിപ്പിച്ചതാണ് എന്നുള്ള രീതിയിൽ കുട്ടിക്കൽ ജയചന്ദ്രൻ മീഡിയാസിനോട് എക്സ്പ്ലെയിൻ ചെയ്തു. അതുകൊണ്ട് മീഡിയാസ് ഒപ്പം പോയില്ല. അല്ലെങ്കിൽ ഈ നാട്ടിൽ ഏതെങ്കിലും ഒരാൾക്കെതിരെ ഒന്ന് ആലോചിച്ച് നോക്കി, ഇതൊരു യൂട്യൂബർക്കെതിരെ, ഒരു ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർക്കെതിരെയാണെന്നുണ്ടെങ്കിൽ ഇവിടെ എന്തായിരിക്കും സംഭവിക്കാൻ പോണെന്നുള്ളത് നിങ്ങൾക്കറിയാലോ. മീഡിയാസ് എടുത്ത് കൂട്ടത്ത് വലിച്ച് കയറും. ഓക്കെ, ഇതിപ്പോൾ കുട്ടിക്കൽ ജയചന്ദ്രൻ പറഞ്ഞതുകൊണ്ട് മീഡിയാസ് പോയില്ല, അന്വേഷിച്ചില്ല എന്ന് പറയുമ്പോൾ അട്രോഷ്യസ് എന്നല്ലേ പറയാനുള്ളൂ. ഇതിലും കോമഡിയാണ് ഇവിടുത്തെ പോലീസുകാർ. എന്താണെങ്കിലും റിപ്പോർട്ടർ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്ന ന്യൂസ് ബൈറ്റ് കാണാം. ഈ കേസിനകത്ത് ഇത് കുറച്ച് നാളായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട കേസാണ്. പക്ഷേ ഈ കേസിൽ മാധ്യമങ്ങളൊക്കെ ഇടപെടുന്നതിൽ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാഗത്തു നിന്നൊരു പരാതി ഉണ്ടായിരുന്നു, ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന രീതിയിൽ. അതുകൊണ്ടാണ് നമ്മൾ ശിശുക്ഷേമ സമിതിയിലും അതുപോലെ തന്നെ പോലീസിലുമൊക്കെ നിരന്തരം ബന്ധപ്പെട്ട് ഈ കുട്ടിയുടെ മൊഴിയുമായി, ഈ മൊഴി എത്രത്തോളം കൃത്യമാണ് എന്നതിനെക്കുറിച്ച് നമ്മൾ നിരന്തരമായി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. 4 തവണ പോലീസ് മൊഴി എടുത്തിട്ടുണ്ട്. അതുമാത്രമല്ല 164 പ്രകാരമുള്ള മൊഴി കോടതിയിലും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ഈ മൊഴിയിലെല്ലാം കുട്ടി വളരെ ഉറച്ച സ്റ്റാൻഡാണ് എടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു വ്യത്യാസമോ അല്ലെങ്കിൽ പരസ്പര വിരുദ്ധമായ സ്റ്റേറ്റ്മെൻറ്റുകളോ കുട്ടിയുടെ ഭാഗത്ത് നിന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശിശുക്ഷേമ സമിതി ഇക്കാര്യത്തിൽ ഉറച്ച നിലപാടാണ്. അതായത് കുട്ടിയുടെ മൊഴി വാസ്തവമാണ്, കുട്ടി സത്യമാണ് പറയുന്നത് എന്ന കാര്യത്തിൽ ശിശുക്ഷേമ സമിതിക്ക് ഒരു തരത്തിലുമുള്ള ആശങ്കയില്ല. ഇക്കാര്യത്തിൽ ആശങ്കയുള്ളത് പോലീസിനാണ്. പോലീസ് ഇപ്പോഴും തുടർമൊഴി എടുക്കണം എന്നുള്ള നിലപാടിൽ നിൽക്കുകയാണ്. ഓക്കെ, ഇവിടെ വളരെ കൃത്യമായിട്ട് ആ കുട്ടിയുടെ മൊഴി 4 തവണ എടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. 4 തവണ ആ കുട്ടിയുടെ മൊഴി എടുത്തപ്പോഴും ആ കുട്ടി പറഞ്ഞ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് വീണ്ടും പറയുന്നു എന്നുണ്ടെങ്കിൽ പിന്നെ എന്തിനാണ് പോലീസ് വീണ്ടും മൊഴി എടുക്കാൻ വേണ്ടിയിട്ട്
പോക്സോ കേസാണ്, 4 വയസ്സുള്ള ഒരു കുട്ടിയാണ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? പോലീസ് മഫ്തിയിൽ നേരെ അവരുടെ വീട്ടിൽ ചെന്ന് അവിടെ നിന്നാണ് മൊഴി എടുക്കുന്നത്. അല്ല പോലീസ് സ്റ്റേഷനിലേക്ക് ഇവരെ വിളിച്ച് വരുത്തി മൊഴി എടുപ്പിക്കുന്നത് തന്നെ നിയമലംഘനമാണ്. അത് എന്തുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളത് ഒരു പിടുത്തവുമില്ല. പിന്നെ ഓൾറെഡി ഈ പറഞ്ഞ ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിയും ശിശുക്ഷേമ സമിതിയും ഒക്കെ ഒരു കൗൺസിലറെ വെച്ചിട്ടായിരിക്കും ഈ കുട്ടിയുടെ മൊഴി എടുത്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ ആ കുട്ടിയോട് അവർ സംസാരിച്ചു കാണും. അപ്പോൾ ആ കുട്ടി അവിടെയും നടന്ന കാര്യങ്ങൾ അതുപോലെ കൺവിൻസിങ് ആയിട്ട് കൃത്യമായ കാര്യങ്ങൾ പറയുമ്പോൾ അവരതിൽ ഓക്കെയാണ്, അല്ലെങ്കിൽ അവരതിൽ പ്രൊസീഡിങ്സിന് റെഡിയാണ്. ഞാൻ 4 വട്ടം മൊഴി എടുത്തു. ഇതൊക്കെ പോരെ. ഇനി ഇതിലും കൂടുതൽ ഇനി കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഓക്കെ, ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ പല ഫാബ്രിക്കേറ്റഡ് കേസുകൾ ഇവിടെ കാണാം, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല. പല ഫാബ്രിക്കേറ്റഡ് കേസുകൾ, ഇപ്പോൾ കുടുംബപരമായ പ്രശ്നങ്ങൾ, വഴിത്തർക്കം, അങ്ങനെ ചെറിയ ചെറിയ സിമ്പിൾ കാര്യങ്ങൾക്ക് വരെ എന്താ പറയുക, ഈ രീതിയിൽ ഫാബ്രിക്കേറ്റഡ് ആയിട്ട് ഒരാൾക്കെതിരെ കേസ് കൊടുക്കുന്ന പാറ്റേൺ നമ്മളിവിടെ കണ്ടിട്ടുണ്ട്. ഓക്കെ, ഫേക്ക് കേസസ്. ഇതിപ്പോൾ ആ രീതിയിലാണ് എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടാണോ കുട്ടിക്കൽ ജയചന്ദ്രൻ ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്ന് പറഞ്ഞു വരുന്നത് എന്നുള്ളത് അറിയില്ല. ഇതൊക്കെ വിശ്വസിച്ച മീഡിയ ഇതിൻ്റെ പിന്നാലെ ചെന്നില്ല എന്നും, അല്ലെങ്കിൽ ഇപ്പോഴും പോലീസുകാർക്ക് ഇതിൽ ഇപ്പോൾ 4 വയസ്സുള്ളൊരു കുട്ടിയാണ്, 4 വയസ്സുള്ള കുട്ടിയെ 4 തവണ ആ കുട്ടി മൊഴി കൊടുത്തു. ഒരു തവണ ആ കുട്ടി 164 കൊടുത്തു. 164 കൊടുക്കുക എന്ന് പറഞ്ഞാൽ മജിസ്ട്രേറ്റിന് മുന്നിലായിരിക്കും. അപ്പോൾ അവിടെയൊക്കെ മൊഴി കൊടുത്തു. പിന്നെ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ആ കുട്ടി മൊഴി കൊടുക്കുന്നു. ഇത്രയൊക്കെ ആയിട്ടും ആ മൊഴികളിൽ ഒരു വ്യത്യാസമില്ല, ആ കുട്ടി പറയുന്ന കാര്യങ്ങളിൽ ഒരു വ്യത്യാസമില്ല, അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം സെയിമാണ്. ആ കുട്ടി എല്ലായിടത്തും ഒരേ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അവരത് കൺവിൻസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണെങ്കിൽ വീണ്ടും എന്തിനീ കുട്ടിയെ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നു? പോലീസ് സ്റ്റേഷനിൽ വിളിച്ചിട്ട് എന്തിനീ കുട്ടിയെ അമ്മയും മൊഴി എടുക്കുന്നു എന്നുള്ളൊരു ചോദ്യം എനിക്കെന്തോ ഭയങ്കര ഓക്വേർഡായിട്ട് തോന്നുന്നു കേരള പോലീസിൻ്റെ ഭാഗത്തുനിന്ന്. ആൻഡ് ഈ പറഞ്ഞ കുട്ടിക്കൽ ജയചന്ദ്രൻ കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്ക് അത് വിശ്വസിച്ച് നടക്കുന്ന പോലീസും മീഡിയ ഒക്കെ കോമഡി ആയിട്ടാണ് ഫീൽ ആവുന്നത്. അങ്ങനെ തുടർമൊഴി എടുക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് സിവിൽ ഡ്രസ്സിൽ കുട്ടിയുടെ വീട്ടിലെത്തി ഒരു വനിതാ പോലീസാണ് അത്തരത്തിൽ മൊഴിയെടുക്കേണ്ടത്. ഇതിന് പകരം കുട്ടിയുടെ കുടുംബത്തെ അറിയിച്ചിരിക്കുന്നത് മെഡിക്കൽ കോളേജ് ACPയുടെ ഓഫീസിലേക്ക്, പോലീസ് സ്റ്റേഷനിലേക്ക് എത്തണം എന്നുള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് കുടുംബം ശിശുക്ഷേമ സമിതിയിൽ പരാതി കൊടുത്തു. ശിശുക്ഷേമ സമിതി ആ പരാതി ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റിക്ക് ഫോർവേഡ് ചെയ്തിരിക്കുകയാണ്. ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റി എന്ന് പറയുന്നത് നമുക്കറിയാം, ജില്ലാ ജഡ്ജ് അധ്യക്ഷനായിട്ടുള്ള കുട്ടികളുടെ അവകാശ ലംഘനങ്ങൾക്കെതിരെ പ്രവർത്തിക്കുന്ന കമ്മിറ്റിയാണ്. ആ കമ്മിറ്റിക്കെതിരെയാണ് ഇപ്പോൾ പോലീസിന് പരാതി കൊടുത്തിട്ടുള്ളത്. ഈ കേസ് നടൻ കുട്ടിക്കൽ ജയചന്ദ്രൻ പ്രതിയായ കേസായതുകൊണ്ട് തന്നെ ഉന്നതതല പോലീസ് തലത്തിൽ ഇടപെടലുകൾ ഉണ്ട് എന്ന് കുട്ടിയുടെ കുടുംബം നേരത്തെ തന്നെ നമ്മളോട് പരാതിയായി പറഞ്ഞിരുന്നു. പക്ഷേ കുട്ടിക്കൽ ജയചന്ദ്രൻ്റെ ഭാഗത്തു നിന്ന് ഒരു കുടുംബ പ്രശ്നമാണ് എന്ന ഒരു ആക്ഷേപം ഉന്നയിച്ച സാഹചര്യത്തിലാണ് ഇത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയിട്ടുള്ളത്. ഈ പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാതെ പോയത് കുട്ടിക്കൽ ജയചന്ദ്രൻ പറഞ്ഞു ഇതൊരു കുടുംബ പ്രശ്നമാണ് എന്നുള്ളത്. എനിക്ക് അതൊക്കെയാണ് മീഡിയാസിൻ്റെ അടുത്ത് സത്യം പറഞ്ഞാൽ ദേഷ്യം തോന്നുന്നത്. കാരണം വേറെ ഏതെങ്കിലും ഒരു സാധാരണക്കാരൻ്റെ കേസിലാണെന്നുണ്ടെങ്കിൽ മീഡിയ ഇപ്പം വലിച്ചു കയറി ഫോട്ടോ വെച്ച് 10 ചർച്ചയും നടത്തി ആ വഴിക്ക് പോവില്ലേ? കുട്ടിക്കൽ ജയചന്ദ്രന് എന്താ വലിയ വേറെ എന്തെങ്കിലും കൊമ്പുണ്ടോ? അല്ലെങ്കിൽ പാർട്ടി കൊമ്പോ പിടിപാടോ വാലോ ഉണ്ടോ? പോലീസിലെ ഉന്നതർക്കടക്കം ഇത്രയും ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരാളാണോ കുട്ടിക്കൽ ജയചന്ദ്രൻ എന്നുള്ളത് എനിക്കറിയാൻ പാടില്ല. ആൻഡ് അതേപോലെ 1-2 എന്താ പറയുക പേജുകളിലും ഞാൻ ഇതേപോലെ ഒരു സെയിം സാധനം കണ്ടു. കുടുംബ തർക്കത്തിൽ ജയിക്കാനായി സ്ത്രീകൾ ഭർത്താവിനെ കൊടുക്കാൻ സ്വന്തം കൊച്ചുകുട്ടികളെ തന്നെ കരുവാക്കി ഭർത്താവിനെതിരെ പീഡന കേസ് കൊടുക്കുന്നത് നിത്യസംഭവമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ശാസ്ത്രീയമായി അന്വേഷിച്ചു വ്യാജ കേസാണെങ്കിൽ യുവതിക്ക് തക്ക ശിക്ഷ ലഭിക്കാൻ സർക്കാരും പോലീസും കോടതിയും തയ്യാറാവണം. അല്ല എങ്കിൽ നാളെ മജിസ്ട്രേറ്റിന് മന്ത്രിയും പോലീസും എംഎമാരും ഒക്കെ ഇത്തരം വ്യാജ കേസുകളിൽ കുടുങ്ങാൻ സാധ്യതയുണ്ട്. കുട്ടിക്കൽ ഭാഗത്തുള്ള ഇയാളുടെ അടുത്ത വീട്ടുകാർ ബന്ധുക്കളൊക്കെ പറയുന്നത് ഒരിക്കലും സംഭവിക്കാത്ത കാര്യമാണ്. കേസ് ജയിക്കാൻ യുവതി നൽകിയ വ്യാജ പരാതിയാണ് എന്നാണ്. 4 വയസ്സുള്ള സ്വന്തം മകളെ ഉപദ്രവിക്കത്തക്ക ക്രൂരനാണോ ഇയാൾ? സിനിമ സീരിയൽ മേഖലയിലുള്ള ഇയാൾക്ക് സ്ത്രീകളെ കിട്ടാൻ ഇല്ലേ? ഏതെല്ലാം വ്യാജ കഥകൾ? സ്ത്രീ സംരക്ഷണ നിയമത്തിൻ്റെ ആനുകൂല്യം പറ്റി നിയമം ദുരുപയോഗം ചെയ്യുന്നത് തടയണം. ഇങ്ങനെയൊക്കെ കുറേ പേജുകളിലും കുറേ കമൻറ്റുകളിലൊക്കെ സെയിം സാധനം കാണാം. ഞാനിടയായി ഓക്കെ. ഇപ്പം ഞാൻ പോലീസുകാർ ഇപ്പം എനിക്കിതാണ് ഡൗട്ട്. ഈ കുട്ടി 164 കൊടുത്തു. ഈ കുട്ടി ഓൾറെഡി 4 പ്രാവശ്യം ഈ കുട്ടിയുടെ മൊഴി എടുത്തു എന്ന് പറയുന്നത് ഒരു വട്ടമല്ല, 4 തവണ ഈ കുട്ടിയുടെ മൊഴി എടുത്തു.
ശിശുക്ഷേമ സമിതി മൊഴി എടുക്കുകയാണെങ്കിൽ ചൈൽഡ് ലൈനൊക്കെ എന്താണെങ്കിലും ഒരു കൗൺസിലർ വെക്കാതെ അവർ ഒരിക്കലും ആ കുട്ടിയോട് സംസാരിക്കില്ല. അവിടെ അവർ കൺവിൻസ്ഡ് ആണ്. പോലീസിന് വീണ്ടും എന്താ ഡൗട്ട് എന്നുള്ളത് എനിക്ക് അറിയാൻ പാടില്ല. 4 വയസ്സുള്ള ഒരു കുട്ടി ബ്രേക്ക് ഡൗൺ ആവാൻ 4 പ്രാവശ്യം മൊഴി കൊടുത്തു, കോടതിയിൽ മൊഴി കൊടുക്കുന്നു, വീണ്ടും ചൈൽഡ് ലൈനിൻ്റെ മുന്നിൽ, ശിശുക്ഷേമ സമിതി, ജുവനൈൽ ജസ്റ്റിസ് കമ്മിറ്റി, ഇവരുടെയൊക്കെ മുന്നിൽ മൊഴി കൊടുത്ത കുട്ടി അവിടെയൊക്കെ കാര്യങ്ങളിൽ ഒരു മാറ്റവും ഇല്ലാതെ കൃത്യമായിട്ട് പറയുന്നുണ്ടെങ്കിൽ, 4 വയസ്സുള്ള കുട്ടി നിങ്ങൾ ആലോചിക്കണം, കൃത്യമായിട്ട് പറയുന്നുണ്ടെന്നുണ്ടെങ്കിൽ ദർ ഈസ് സംതിങ് അല്ലേ. അവിടെ എനിക്കതാണ് പേഴ്സണലി ഫീൽ ആവുന്നത്. പിന്നെ ഇവർ ഈ പറഞ്ഞ പോലെ ഇപ്പോൾ കുറേ ഫേക്ക് അലിഗേഷൻസ്, ഫേക്ക് കേസസ് പലരുടെയും പേരിൽ പലരും ഉന്നയിക്കുന്നതും അതൊക്കെ നമ്മളെ കൺമുന്നിൽ കാണുന്നത് കൊണ്ട് ദർ ഈസ് എ ചാൻസ്, അത്രേ പറയാനുള്ളൂ, അത്രേ പറയാനുള്ളൂ. പക്ഷേ മീഡിയാസ് ഇത്ര പെട്ടെന്ന് മമ്മായി പോയത് എന്താണെന്നുള്ളത് ഒരു പിടുത്തമില്ല. കാരണം ഈ വ്യക്തി പറയുകയാണെങ്കിൽ എൻ്റെ കുടുംബപരമായ പ്രശ്നം കൊണ്ട് എനിക്ക് ആ ഒരു കമൻറ്റ് വായിച്ചപ്പോൾ തന്നെ എനിക്ക് ഫീൽ ആയത് ഇനി ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ഫേസ്ബുക്ക് പോസ്റ്റിൽ തന്നെ എഴുതിയത് വെച്ച് നോക്കുമ്പോൾ ഇങ്ങേരെ വൈഫ് തന്നെയാണോ എന്നുള്ളതൊരു പിടുത്തമില്ല. കാരണം ആ രീതിയിലാണ് അവരെഴുതി വെച്ചിട്ടുള്ളത്. പക്ഷേ ഫേസ്ബുക്കിലൊരു പോസ്റ്റ് മാത്രമാണത്. നമുക്കതൊരിക്കലും എന്താ പറയുക, എനിക്കത് കണ്ടിട്ട് ഒരിക്കലും അത് അങ്ങനെയാണ് എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ അങ്ങനത്തെ പോസ്റ്റുകളും കമൻറ്റുകളും ഞാൻ ഒരുപാട് കാണാൻ ഇടയായിട്ടുണ്ടായിരുന്നു. ബട്ട് മീഡിയ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ പറഞ്ഞത് നേരത്തെ പറഞ്ഞ ഒരു യൂട്യൂബറോ അല്ലെങ്കിൽ ഒരു ഇൻഫ്ലുവൻസറോ ആണ് ഇപ്പോൾ ഈ ഒരു കേസ് ഇതേപോലെ അവർക്കെതിരാണ് ഒരു കേസ് വന്നതെന്നുണ്ടെങ്കിൽ നിങ്ങൾ എത്ര ആർജവത്തോടു കൂടി നിങ്ങൾ ചാടി കയറി പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? അതിൻ്റെ പിന്നാമ്പുറം പിടിച്ച് മണത്ത് നിങ്ങൾ പോയിട്ട് അത് റിപ്പോർട്ട് ചെയ്യും. കുട്ടിക്കൽ ജയചന്ദ്രൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു ആക്ടറാണ്, അല്ലെങ്കിൽ ആ വ്യക്തി പറയുമ്പോഴത്തേക്കും നിങ്ങളിത് ഡ്രോപ്പ് ചെയ്യും. അതൊരു കുടുംബ പ്രശ്നം എന്ന് പറയുമ്പോഴത്തേക്കും അത് ഡ്രോപ്പ് ചെയ്യുന്നു, പോലീസുകാർ ഡ്രോപ്പ് ചെയ്യുന്നു. എന്തുവാണ് ഇത്? കുറേ ഫേക്ക് കേസസ് ഉണ്ട്, കുറേ ജെന്യൂൻ ആയിട്ടുള്ള കേസസ് ഉണ്ട്. ഇവിടെ ഏറ്റവും പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മുടെ സിസ്റ്റത്തിന് ഫേക്ക് കേസും ജെന്യൂൻ കേസും തമ്മിൽ സോർട്ട് ചെയ്യാൻ പറ്റുന്നില്ല. അതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ വിഷയം. സോ കുറേ കാര്യങ്ങളിൽ മാറ്റം സംഭവിക്കണം. കുറേയൊക്കെ ഈ മൊഴി എടുക്കുമ്പോഴും അല്ലെങ്കിൽ ഇതേപോലെ കേസുകൾ വരുന്ന സമയത്തും ഏതാണ് ട്രൂ ആയിട്ടുള്ള കേസ് എന്നുള്ള അസസ് ചെയ്യാൻ പറ്റണം നമ്മുടെ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൊണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ കേസുകളിൽ ചിലപ്പോൾ എന്തെങ്കിലും കാര്യമുണ്ടെങ്കിൽ അടക്കം അവർക്ക് നീതി കിട്ടാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറിപ്പോകും.